Problem. Balance sheet for 2018 and 19 and income statement for the year 2019 of Rani Limited are presented below. So നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ഡിവിഡൻഡ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ, ലോങ് ടേം ഡെറ്റ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദെൻ അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് ക്യാഷ്, ഡെറ്റേഴ്സ്, provision for doubtful debts, inventory, then prepaid expenses, land, machinery and equipments, and provision for depreciation. So provision for doubtful debts ഇവിടെ ബ്രാക്കറ്റിലാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും ഇതുപോലെ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ലാൻഡ്, അതിൻ്റെയൊക്കെ ഡിപ്രീസിയേഷനാണ്, അതും നെഗറ്റീവ് ഫിഗറാണ്. അത് നമുക്ക് ലയബിലിറ്റി സൈഡിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ. ദെൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നെറ്റ് സെയിൽസ് റവന്യൂ 6 ലക്ഷം, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചപ്പോൾ നമുക്ക് ഗ്രോസ് മാർജിൻ 1 ലക്ഷം കിട്ടി. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും ചെയ്ത് അതിൽ നിന്നും ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് കുറച്ചു. അപ്പോൾ നമുക്ക് ഇൻകം ബിഫോർ ടാക്സ് കിട്ടിയിരിക്കുന്നത് 30,000 ഓക്കെ. 30,000 ആണ് ഇൻകം ബിഫോർ ടാക്സ്. ദെൻ ആഡ് ലോ സ്യൂട്ട് കോമ്പൻസേഷൻ, അതൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റമാണ്. ലോ സ്യൂട്ട് കോമ്പൻസേഷൻ അത് 5,000 രൂപ കിട്ടിയിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. പിന്നെ ഇൻകം ടാക്സ് കുറച്ചു, അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം 18,000 കിട്ടി. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഡ്യൂറിങ് 2019 6,000. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് 6,000 ആണ്. എക്യുപ്മെൻറ്റ് വർത്ത് ₹16,000 വാസ് എക്വയർഡ് ബൈ ദ ഇഷ്യൂൻസ് ഓഫ് ലോങ് ടേം നോട്ട് ₹10,000 ആൻഡ് ബൈ പേയിങ് ക്യാഷ് 6,000. അതായത് 16,000 രൂപയുടെ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ വാങ്ങിച്ചു, പക്ഷേ അതിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10,000 രൂപയുടെ ലോങ് ടേം നോട്ട് ആണ്. അതേപോലെ 6,000 രൂപ ക്യാഷ് കൊടുത്തിട്ടുമാണ്. അപ്പോൾ അതിൽ 6,000 രൂപയുടെ ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുള്ളൂ. മറ്റേത് എന്താണ്, ഒരു ലോങ് ടേം നോട്ട് കൊടുത്തിട്ടാണ്, അതായത് ഒരു ഫിക്സഡ് ലയബിലിറ്റി കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഫ്ലോ ഉണ്ടാകുന്നില്ല. ദെൻ ലാൻഡ് വാസ് അക്വയർഡ് ഫോർ ₹3,000. There were no accruals and prepaid amount for interest. സോ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക. സോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നെറ്റ് ഇൻകം, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 30,000 ഉണ്ട്. സോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, 30,000 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി ഇതിനോട് കൂടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ ആഡ് ചെയ്യണം. സോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? അത് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ നോക്കാം. സോ ബാലൻസ് ഷീറ്റിൽ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ നോക്കുക 2 വർഷത്തെ, അതായത് ആദ്യത്തെ വർഷം 1,13,000, ആദ്യത്തെ വർഷം 1,02,000, പിന്നെ പ്രൊവിഷൻ മാറ്റി വെച്ചത് 1,13,000. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രൊവിഷൻ ഡിപ്രീസിയേഷൻ ഉണ്ട്, അതായത് 11,000 രൂപയാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. സോ ഈ 11,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഒന്നുകിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് ഇവിടെ 3,000 ഉള്ളത്, അതായത് 2,000 ഉള്ളത് 3,000 ആയി. അപ്പോൾ 1,000 കൂടെ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെച്ചു. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ഒരു 1,000 രൂപയും കൂടെ വരുന്നുണ്ട്, അതും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ 2 ഐറ്റംസുമാണ് മെയിനായിട്ടുള്ളത്. ഈ പ്രൊവിഷനെ വേണമെങ്കിൽ നമുക്ക് ഒരു കറൻറ്റ് ലൈബിലിറ്റി ആയിട്ട് എടുക്കാം. അങ്ങനെ കറൻറ്റ് ലൈബിലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും എടുക്കണ്ട, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ ഡിക്രീസിങ് കറൻറ്റ് അസറ്റ് എന്നുള്ള ആ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നമുക്ക്
പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ എന്ത് ചെയ്യാം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ നമ്മളോട് ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡിവിഡൻറ്റ് നമ്മൾ ആഡ് ചെയ്യില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻകം ബിഫോർ ടാക്സ് ആണ്. ഇൻകം ബിഫോർ ടാക്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഡിവിഡൻറ്റ് കൺസിഡർ ചെയ്യില്ല. ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. സോ ഇൻട്രസ്റ്റ് ഇവിടെ നോക്കുക, ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30,000. ഓക്കെ, സോ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 4,000 ആണ് വരുന്നത്. സോ ഈ 4,000 നമ്മൾ എന്ത് ചെയ്യുന്നു, അതും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യുന്ന 3 ഐറ്റംസ് ആണ് കിട്ടിയിരിക്കുന്നത്: ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിലുള്ള, അതായത് വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ചസ്, കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലൈബിലിറ്റീസിലുള്ള ചേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡെറ്റേഴ്സിൻ്റെ കേസിൽ ഡെറ്റേഴ്സ് നോക്കാം, 79,000 ഉള്ളത് 95,000 ആയി. അതായത് പിന്നെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഇൻവെൻറ്ററി നോക്കുക, 92,000 ഉള്ളത് 1,03,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, അതും നമ്മൾ ലെസ് ചെയ്യണം. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നോക്കുക, 5,000 ഉള്ളത് 6,000 ആയി, അതും ഇൻക്രീസ് ചെയ്തു, അപ്പോൾ നമ്മൾ ലെസ് ചെയ്യണം. ദെൻ പിന്നീട് കറൻറ്റ് അസറ്റ് ഒന്നുമില്ല. ഇനി കറൻറ്റ് ലൈബിലിറ്റി നോക്കുക, ക്രെഡിറ്റേഴ്സ് 78,000 ഉള്ളത് 66,000 ആയിട്ട് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ലെസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇത്രയും 4 ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം, ടാക്സ് കുറയ്ക്കണം. സോ ടാക്സ് കുറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻകം ടാക്സ് ഇവിടെ എത്രയാണ് ഉള്ളത്, 17,000 ആണ് ഇതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 17,000 ആണ് ലെസ് ചെയ്തിരിക്കുന്നത്. ദെൻ ടാക്സ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. സോ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 3,000, 5,000, അതായത് 5,000 ഉള്ളത് 3,000 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ബെറ്റർ ഒരു ഇൻകം ടാക്സ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 5,000, 3,000, ഓപ്പണിംഗ് ബാലൻസ് 5,000, ക്ലോസിംഗ് ബാലൻസ് 3,000. ദെൻ ഇൻകം ടാക്സ് പേ ചെയ്തിരിക്കുന്നത് 17,000. സോ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നോക്കാം. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആണ്. അപ്പോൾ അതിന് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിങ്ങിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 5,000. ദെൻ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3,000. ഓക്കെ, ദെൻ ഈ പ്രൊവിഷൻ നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത് എത്രയാണ്, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് 17,000 ആണുള്ളത്. ഓക്കെ, സോ 17,000 ഉള്ളത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം ടാക്സ് 17,000 ആണുള്ളത്. സോ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 22,000 വരും. ദെൻ 22,000 വരും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 19,000. ഓക്കെ, ഈ 19,000 ആണ് ആക്ച്വലി നമ്മൾ ഇൻകം ടാക്സ് ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ടുള്ളത്. സോ 19,000 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ടാക്സ് പെയ്ഡ്, ഈ 19,000-നെയാണ് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇൻകം ടാക്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ആക്ച്വലി പേ ചെയ്തിട്ടുള്ളതല്ല. അതാണ് റൂൾ പ്രകാരം നമ്മൾ ആ ഇയറിലുള്ള 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അപ്രോപ്രിയേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റം. ഓക്കെ, പക്ഷേ ആക്ച്വലി ക്യാഷായിട്ട് പേ ചെയ്തിട്ടുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം വന്നിട്ടുണ്ട്, 5,000 ലോ സ്യൂട്ട് കോമ്പൻസേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, എക്സ്ട്രാ പിന്നെ ക്യാഷ് ഇൻഫ്ലോ ആണ്, അതായത് ഒരു ഇൻകം ആണ്. അപ്പോൾ അതിനെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇൻകം ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എക്യുപ്മെൻറ്റ്സ് നോക്കാം, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് നോക്കാം. മെഷീനറി 1,56,000 ഉള്ളത് 1,72,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ നമുക്ക് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മെഷീനറീൻ്റെ കേസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്തത് പർച്ചേസ് ആയിട്ട് കാണിക്കണം. പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് വരിക,
പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ്, ആ എക്യുപ്മെൻറ്റ് 16,000 അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 16,000 അക്വയർ ചെയ്തു എന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ഒരു ഐറ്റം പറയുന്നുണ്ട്. പക്ഷേ 16,000-ൽ 10,000 നമ്മൾ ലോങ് ടേം നോട്ട് കൊടുത്തിട്ടും 6,000 ക്യാഷ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഈ 6,000 മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 6,000 കാണിക്കണം. ഓക്കെ. ദെൻ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? പർച്ചേസ് ഓഫ് ലാൻഡ്, അതായത് വേറൊരു ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത്, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലാൻഡാണ്. 66,000 ഉള്ളത് 69,000 ആയി. സോ ഇവിടെ ഈ 3,000 രൂപയുടെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ 3,000 എന്ത് ചെയ്യണം? അതും നമ്മൾ പർച്ചേസ് ഓഫ് ലാൻഡായിട്ട് കാണിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ദെൻ ഇനി നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ലോങ് ടേം ഡെറ്റ് 42,000 ഉള്ളത് 75,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. ആ ഡിഫറൻസ് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് എഴുതുക. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 4,000 വന്നിട്ടുണ്ട്. അത് നമ്മൾ ലെസ് ചെയ്യണം. ദെൻ ഡിവിഡൻറ്റ് പെയ്ഡ്, ഡിവിഡൻറ്റ് നോക്കുക. ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് 6,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിക്ലെയർഡ് ആണ്. അപ്പോൾ ആക്ച്വലി പെയ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡിവിഡൻറ്റ് പേയബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും, ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഇല്ല, നില്ലാണ്. ക്ലോസിംഗ് ബാലൻസ് 2,000 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇല്ല, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, ടു ബാലൻസ്. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,000. ദെൻ ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞിട്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 6,000 ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 6,000, ഇവിടെ 6,000, ഡിഫറൻസ് 4,000 ആണ് വരിക. ഈ 4,000 ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവിഡൻ്റായിട്ട് പേ ചെയ്തിട്ടുള്ളത്. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡിവിഡൻ്റായിട്ട് പേ ചെയ്തിട്ടുള്ളത് 4,000 ആണ്. സോ ഈ 4,000 ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ. സോ ഇത്രയുമാണ് ഡിവിഡൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, പിന്നെ ലോങ് ടേം ഡെറ്റ് ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലുള്ളത്. സോ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഐറ്റംസ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക? അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ തുടങ്ങുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. ആദ്യം ബിഫോർ ടാക്സിൽ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് 30,000 ആണ്. ഇനി ഇതിനോട് കൂടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത് എത്രയാണ്? 11,000. ദെൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? 4,000. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അത് 1,000. സോ ഇത്രയും നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ 16,000 ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ 46,000 ആകും. അപ്പം ഓക്കെ. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നും ഇല്ല. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 46,000. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റും ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റിയും. അതൊന്നുമില്ല. ഇനി ലെസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഡിക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റിയും ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റും. സോ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് 16,000 ആണ് എമൗണ്ട്. ദെൻ ഇൻവെൻറ്ററി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് 11,000 ആണ് എമൗണ്ട്. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 1,000 ആണ് എമൗണ്ട്. ദെൻ കറൻറ്റ് അസറ്റ് കഴിഞ്ഞു. കറൻറ്റ് ലൈബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് വന്നത് 12,000 ആണ്. സോ ടോട്ടൽ 16,000, 28,000, 40,000. ഓക്കെ. സോ 40,000 എന്താണ്? 40,000 നമ്മൾ ഇതൊന്ന് കുറയ്ക്കണം. സോ ബാക്കി 6,000 ആയിരിക്കും ബാലൻസ് ഉണ്ടാവുക. ഓക്കെ. സോ ഈ ബാലൻസ് 6,000. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 6,000-ൽ നിന്നും നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് കുറയ്ക്കണം. ഓക്കെ. ലെസ് ഇൻകം ടാക്സ് അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇൻകം ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇൻകം ടാക്സ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്തു. എത്രയാണ്? 19,000 ആണ് വന്നിരിക്കുന്നത്.
ഓക്കെ. സോ 19,000 വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് ഇത് നെഗറ്റീവാണ്. അപ്പോൾ 13,000 നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 13,000 നെഗറ്റീവ്. ഇനി ഇതിനോട് കൂടെ നമ്മൾക്കൊരു കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം അത് നമ്മൾ ആഡ് ചെയ്യണം 5,000. സോ നമ്മളുടെ ഫൈനൽ ഫിഗർ വീണ്ടും ഒന്നുകൂടെ കുറഞ്ഞു, അതായത് 8,000 ആയിട്ട് ഡിക്രീസ് ചെയ്തു. 8,000 നെഗറ്റീവ് ഫിഗറാണ്. സോ ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുമുള്ള ക്യാഷ് ഫ്ലോ 8,000 ആണ്. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും 8,000 ഒരു മൈനസ് ഫിഗറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്? പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ് നമ്മൾ കണ്ടു. പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ് 6,000 രൂപയുടെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, 10,000 രൂപയുടെ എടുക്കില്ല. കാരണം അത് ലോങ് ടേം നോട്ട് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി പർച്ചേസ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3,000 രൂപയ്ക്കാണ്. സോ ഇതൊക്കെ പർച്ചേസ് നെഗറ്റീവ് ഫിഗറാണ് വരുന്നത്, കാരണം ഔട്ട്ഫ്ലോ ആണ്. സോ ടോട്ടൽ ഇവിടെ 9,000 നെഗറ്റീവ്, അതായത് ഔട്ട്ഫ്ലോ ആണ് വന്നിരിക്കുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും. ഇനി അടുത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത് ഇൻക്രീസ് ഇൻ ലോങ് ടേം ഡെറ്റ് കൂടിയിട്ടുണ്ട്. ഡെറ്റ് കൂടിയപ്പോൾ നമുക്ക് ഇൻഫ്ലോ വരികയാണ് ചെയ്യുക 23,000. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചു 6,000 ആണ്. 4,000 ആണ്. 6,000 നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 4,000 എന്നുള്ളത് കണ്ടുപിടിച്ചു. ദെൻ ഡിവിഡൻറ്റ് പെയ്ഡും ഇതേപോലെ തന്നെ 4,000 ആണ് വരുന്നത്, അതും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സോ ടോട്ടൽ ബാലൻസ് എന്ന് വരുന്നത് 15,000 ഇൻഫ്ലോ ആണ്. സോ 15,000 ഇൻഫ്ലോയും 9,000 8,000 ഔട്ട്ഫ്ലോയുമാണ് വന്നിരിക്കുന്നത്. സോ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് 2,000 ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, സോ ഫൈനൽ നെറ്റ് ഡിക്രീസ് ആണ് വന്നിരിക്കുന്നത്. നെറ്റ് ഡിക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ആണ്. ഇനി ഇതിനോട് കൂടെ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുന്നു. ക്യാഷ് അറ്റ് ദ ബിഗിനിങ് എത്രയാണെന്നുള്ളത് നോക്കാം. ബിഗിനിങ്ങിലുള്ള ക്യാഷ് 13,000 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 11,000 കിട്ടും. ഈ 11,000 ആണ് എന്ത്? ക്യാഷ് അറ്റ് എൻഡ്. അത് തന്നെയല്ലേ ബാലൻസ് ഷീറ്റിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ ക്യാഷ് അറ്റ് എൻഡ് 11,000 കിട്ടിയാൽ നമ്മളുടെ ആൻസർ കറക്റ്റാണ്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യാം. ക്യാഷ് അറ്റ് എൻഡ് എന്ന് പറയുന്നത് 13,000 11,000, അത് കറക്റ്റാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, സൊല്യൂഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഓക്കെ.